പ്രൈസ് ദി ലോർഡ്. ഈ നല്ല സന്ധ്യാസമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്ധ്യാ വന്ദനത്തെ അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു വേദി ഒരുക്കി നൽകിയതായ പ്രിയ ബ്രദർ റോബിനോടും നന്ദി വന്ദനം അറിയിക്കുന്നു. ഇത്രത്തോളം വിശ്വസ്തനായ കർത്താവ് നമ്മെ എല്ലാവരും നടത്തുകയും സഹായിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ അളവറ്റ കൃപകൾക്കായി നമുക്ക് ദൈവത്തിന് മഹത്വപ്പെടുത്താം. ഇന്ന് അല്പസമയം ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നതായ വിഷയം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗ്രാമപ്രവേശനവും ദൈവത്തിൻ്റെ മഹത്വ പ്രവൃത്തി എന്നുള്ളതായ വിഷയമാണ്. അത് നമുക്ക് ആധാരമായി എടുക്കേണ്ടത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ളായ ചില വാക്യങ്ങളാണ് ആസ്പദമായി എടുപ്പാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും നമുക്ക് പരിചയമുള്ള ഒരു വേദഭാഗമാണ് യോഹന്നാൻ 11-ാം അധ്യായം. കർത്താവ് യേശുക്രിസ്തു ബെഥാനിലേക്ക് വന്ന ചരിത്രമാണ്. ബെഥാനിലേക്ക് വന്ന ചരിത്രം എന്ന് പറയുമ്പോൾ യഹൂദ നാട്ടിൽ ഒലിവുമലയുടെ അടിവാരത്തിൽ യെരുശലേമിൽ നിന്ന് ഏതാണ്ട് 2 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമേറിയതായ ഗ്രാമമാണ് ബെഥാനിയ. തന്നെയുമല്ല, യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്ന പാത ഈ ബെഥാനിയ ഗ്രാമത്തിൽ കൂടെ കടന്നാണ് അവര് യെരിഹോവിലേക്ക് പോകാറുള്ളത്. എല്ലാ നിലകളിലും അതിമനോഹരമേറിയതായ ഒരു ഗ്രാമമാണ് ബെഥാനിയ. ബെഥാനിയ എന്ന വാക്കിന് അർത്ഥം തന്നെ ഈന്തപ്പഴങ്ങളുടെ നാട് അല്ലെ ഗ്രാമം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അവിടെ ചരിത്രമായി നാം കണ്ടുവരുന്നത് ഈ മനോഹരമേറിയതായ ഗ്രാമത്തിലാണ്, അതിശ്രേഷ്ഠമായ ഗ്രാമത്തിലാണ്. എല്ലാ നിലകളിലും, ആരാധന കാര്യത്തിലും യാത്രാ കാര്യങ്ങളിലും എല്ലാ വിവിധങ്ങളായ നിലകളിൽ അതിശ്രേഷ്ഠമായ മനോഹരമേറിയതായ ഈ ഗ്രാമത്തിലാണ് പ്രിയമുള്ളായ മാർത്തയും മറിയയും അവളുടെ സഹോദരനായ ലാസറും പാർത്തിരുന്നത്. പ്രത്യേകിച്ച് ബൈബിൾ പറയുന്നത് മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബെഥാനിയ, അവരുടെ പേരിനാൽ അറിയപ്പെട്ട സ്ഥലം. എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു! ഈ സ്ത്രീകളുടെ, ഈ ലാസറിന്റെ അവരുടെ കുടുംബ പശ്ചാത്തലം അതിമനോഹരമായിട്ടോ എന്തോ നമുക്കറിയാൻ സാധ്യമല്ലെങ്കിലും, പക്ഷെ ആ ഗ്രാമം അറിയപ്പെടുന്നത് മറിയയുടെയും മാർത്തയുടെയും ഗ്രാമമായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ശ്രേഷ്ഠമായ ഗ്രാമത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് അവിടെ താമസിക്കുകയും ഈ വീടുമായിട്ട് വളരെ അധികമായ ഭേദ്യമായ ഒരു ബന്ധം യേശു തമ്പുരാൻ പുലർത്തിയിരുന്നു. പ്രത്യേകിച്ച് വായിക്കുന്നത്, ഇവിടെ വായിക്കുമ്പോൾ കാണപ്പെടുന്നത് അങ്ങനെ സ്നേഹമുള്ള ഒരു കുടുംബമായിരുന്നു ബെഥാനിയ മറിയയുടെയും മാർത്തയുടെയും ഭവനം. നാളുകൾ കഴിഞ്ഞപ്പോ ഈ ഭവനത്തിനകത്തുണ്ടായതായ അതിഭയങ്കരമായ ഒരു ഭാരമാണ്, പ്രയാസമാണ്. ലാസർ ദീനമായി കിടക്കുന്നു എന്ന്. ഈ ലാസർ ദീനമായി കിടന്നപ്പോ മാർത്ത മറിയയും ചെയ്തത്
ആ വിവരം വളരെ വേഗം കർത്താവായ യേശുവിനെ അറിയിപ്പാനായി ആഗ്രഹിച്ചു. ആളിനെ വിട്ടിട്ട് ഈ വാർത്ത യേശുവിനോട് അറിയിച്ചു. യേശു തമ്പുരാൻ ആ വാർത്ത കേട്ടിട്ടും അവിടെ തന്നെ യെരുശലേമിൽ തന്നെ വീണ്ടും 2 നാൾ കൂടെ പാർക്കുവാൻ വളരെ വേദനാജനകമായ ഒരു നിമിഷത്തിൽ കൂടിയാണ് ആ ഭവനം കടന്നു പോകുന്നത്. യേശു കൂടെ കൂടെ സന്ദർശിക്കുന്ന ഭവനം. മറ്റൊന്ന് അവിടെ വായിക്കുന്നത്, യേശു കർത്താവ് വളരെ അധികമായി സ്നേഹിച്ച മാർത്തയും മറിയയും അവരുടെ സഹോദരനായ ലാസറിനെ അധികമായി സ്നേഹിച്ചിരുന്നു. എന്നിട്ടും അവനെ ദീനമായി കിടന്നു. ഒരുപക്ഷെ പലർക്കും അങ്ങനെ ചിന്ത വന്നേക്കാം, യേശു സ്നേഹിച്ചിട്ടും യേശു കൂടെ കൂടെ കാര്യങ്ങൾ അന്വേഷണം ചെയ്യുമ്പോഴും കടന്നു ചെല്ലുമ്പോഴും അങ്ങനെ സൗഹാർദ്ദമുള്ള ഒരു ഭവനത്തിൽ എങ്ങനെ ലാസറിന് രോഗമായി തീരുവാൻ ഇടയായി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, യേശു സ്നേഹിച്ചത് കൊണ്ട്, യേശു കൂടെ കൂടെ സന്ദർശനം ചെയ്യുന്നത് കൊണ്ട്, യേശു നല്ലവണ്ണം അവരെ അറിയാം എന്നുള്ളത് കൊണ്ട്, അവരുടെ സ്ഥിതിവിശേഷങ്ങളെല്ലാം കർത്താവിന് അറിയാം എന്നുള്ളത് കൊണ്ട് രോഗം ഇല്ലാതാവുകയില്ല, കഷ്ടത വരരുത് എന്ന് പറയുവാനായി സാധ്യമല്ല. പ്രയാസങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും നെടുവീർപ്പും നിരാശകളും പട്ടിണികളും എല്ലാം യേശുള്ള ഭവനത്തിലും ഉണ്ടാകും എന്ന് നാം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ന് രാത്രി നാം അറിയേണ്ടത്, യേശു അറിയാതെ അവിടെ ഒന്നുമേ സംഭവിക്കുന്നില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ പല കാരണങ്ങൾക്കും യേശു നീക്കുപോക്കൽ ചെയ്യാറുണ്ട്. ദൈവമക്കളുടെ ജീവിതത്തിലേറി വരുന്നായ ഓരോരോ ഭാരങ്ങളിൽ, പ്രയാസ പ്രതികൂലങ്ങളിൽ, അവരുടേതായ കഷ്ടതയിൽ, അവരുടേതായ സങ്കടങ്ങളിൽ യേശു തമ്പുരാൻ നേരിട്ട് ഇറങ്ങി അവരെ ആശ്വാസത്താൽ നിറയ്ക്കുവാൻ, അവരുടെ ഭാരങ്ങളൊക്കെ മാറ്റം വരുത്തുവാൻ, പ്രയാസങ്ങളൊക്കെ മാറ്റം വരുത്തുവാൻ, കണ്ണുനീരിന് മാറ്റം വരുത്തുവാൻ കർത്താവിന് കഴിയും എന്ന് പൂർണ്ണമായി നാം വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ കണ്ടോ, അവരെ സഹോദരന്മാരുടെ ഏറ്റവും അധികമായി ജഗനിധിയായ ലാസർ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ കുടുംബത്തെ മുൻപോട്ട് നടത്തേണ്ടുന്നവൻ, അതേ നയിക്കുന്നവനായ ഈ സഹോദരൻ വളരെ ദീനമായി കിടക്കുന്നു. എന്ത് ചെയ്യേണ്ടു എന്ന് അവർക്കറിയാനായി കഴിയുന്നില്ല. അവർക്കുള്ള ഏകമായ ചിന്ത വന്നത് നസറനായ യേശുവിനെ ഈ വാർത്തയെ അറിയിക്കുക എന്നുള്ളതാണ്, ഈ ദുഃഖസ്ഥിതി അറിയിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് വായിക്കുന്ന പോലെ യേശു പിന്നെ 2 ദിവസം കൂടെ അവിടെ പാർക്കുന്നതായിട്ട് വന്നു. യേശു ആ വർത്തമാനം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മുടെ ലാസർ നിദ്ര കൊള്ളുന്നു. ശിഷ്യന്മാരത് കേട്ടപ്പോൾ പറഞ്ഞത്, കർത്താവെ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവൻ എഴുന്നേൽക്കും. രോഗമെന്ന നിദ്ര കൊടുത്താണ് അവരെ മനസ്സിലാക്കിയത്. രോഗിയാണെങ്കിൽ വളരെ വേഗത്തിൽ ഉറക്കം കഴിയുമ്പോൾ അവന് സുഖം പ്രാപിക്കും എന്നുള്ള ഒരു ആശയാണ് അവർക്ക് ഉണ്ടായത്. യേശു അപ്പോൾ പറഞ്ഞ ഭാഗം ഇങ്ങനെയാണ്. യേശു പറഞ്ഞത് അവന്റെ ഉറക്കത്തെ കുറിച്ചല്ല. യേശു വ്യക്തമായി തെളിച്ചു പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ അവൻ മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവനെ സ്നേഹിച്ച ശിഷ്യന്മാരും ദിദിമോസൊക്കെ വ്യക്തമായി പറഞ്ഞ കാര്യമുണ്ട്, നമുക്ക് പോകണം, നമുക്ക് അവനോട് കൂടെ മരിക്കണം എന്നുള്ള ആഗ്രഹം വരെ അവരെ പ്രകടമാക്കി. ആകട്ടെ ഈ മാർത്ത
യേശു എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ആ വാക്കെന്നെ വളരെയധികം ചിന്തിപ്പാനിടയായി തീർന്നു. വെറുതെ ഒരു വാക്കായിട്ടല്ല മാർത്ത എന്ന് പറഞ്ഞത്, ഒരു വലിയ ചിന്തയ്ക്ക് കാരണമാണ്. എന്താണ്? യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ യേശു ഉണ്ടായിരുന്നെങ്കിൽ ആ ഭയാനകമായ ദുഃഖം ആ ഒരു വീടിന്റെ അകത്ത് ഉണ്ടാകുകയില്ലായിരുന്നു. ശരിയാണ്. യേശുവില്ലാത്ത ഭവനം, യേശുവില്ലാത്ത ഗ്രാമം, യേശുവില്ലാത്ത പട്ടണം, യേശുവില്ലാത്ത വഴിത്തെരുവ്, യേശുവില്ലാത്ത കൂട്ടുകെട്ടുകൾ, യേശുവില്ലാത്ത ഓരോ സാഹചര്യങ്ങൾ, ഇതെല്ലാം നാം വിലയിരുത്തുമ്പോ വളരെ ശൂന്യമായ, പ്രയാസകരമായ, ദുഃഖകരമായ അനുഭവമാണ് നമുക്കറിയാം. പല ഇടങ്ങളിലും പല ഭവനങ്ങളിലും ഉണ്ടാകുന്ന പ്രയാസ പ്രതികൂലങ്ങൾ. ഒരു കാര്യം നാം ഓർക്കണം, യേശുവില്ല എന്നുള്ളതിനും ഭയാനകമായ ദുഃഖമാണ് അവിടെ അലിയടിക്കുന്നത്. എത്രയോ വീടുകളിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയാം. എത്രയോ കുഞ്ഞുങ്ങളാണ് വഴിപിഴച്ചു പോകുന്നത്. എത്രയോ കുഞ്ഞുങ്ങളാണ് മാതാപിതാക്കൾക്ക് ഭാരമായിരിക്കുന്നത്. ഈ കാലഘട്ടം നമുക്ക് വളരെയധികമായി വേദനാജനകമായ ഒരു ലോകത്തിലേക്ക്, ഒരു സമയത്തിലേക്കാണ് നമ്മോട് എത്തിപ്പിക്കുന്നത്. വീടുകളിൽ സുഖമായി സന്തോഷമായി അവർക്ക് ജീവിപ്പാൻ പറ്റാത്തായ കാലഘട്ടങ്ങളായി മാറിയിരിക്കുന്നു. മാതാപിതാക്കളെ നോക്കിക്ക്, അവരുടേതായ പ്രവൃത്തികൾ നോക്കിക്ക്. ഒരുപക്ഷെ മക്കൾക്ക് ഭാരമായിരിക്കുന്നു മാതാവിന്റെ പ്രവർത്തനങ്ങൾ, മാതാവിന്റെ രീതികൾ, മാതാവിന്റെ പ്രവൃത്തികൾ എല്ലാം തന്നെ മക്കളെ വളരെയധികമായി ഭാരപ്പെടുത്തുമ്പോൾ പിതാവിന്റെ പ്രവർത്തന ശൈലികൾ കുടുംബത്തിനകത്ത് ഭാരമായി തളം കെട്ടി നിൽക്കുമ്പോ കുടുംബമാകപ്പാട് ഭിന്നാഭിന്നമാകുന്ന ഒരു പ്രതീതി ഉളവാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യേശു അവിടെ ഇല്ല എന്നുള്ളതാണ്. യേശുള്ള വീട് എത്ര ആനന്ദകരമാണ്, യേശുള്ള ഒരു ഭവനം എത്ര ശ്രേഷ്ഠകരമാണ്. വേണ്ട, വ്യക്തിപരമായി ഓർത്ത് നോക്കിക്കേ, യേശുവിന്റെ ജീവിതത്തിലുണ്ടോ എത്ര ആനന്ദമായിരിക്കുന്നു. യേശുള്ള ജീവിതം എത്ര മനോഹരമാണ്. യേശുള്ള ഒരു നടത്ത എത്ര സുഖകരമാണ് നാം ഓർക്കണം. എല്ലാം കൊണ്ടും തികച്ചും സ്തോത്രം. യേശു ഇല്ലാതെ വരുമ്പോഴാണ്, യേശു നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോഴാണ്, ഇല്ലാതെ വരുന്ന ആ സമയത്താണ് വിവിധങ്ങളായ പൈശാചികമായ ബന്ധനങ്ങൾ നാം അലട്ടുന്നതും നാം ഈ ലോകത്തിൽ അല്ലെങ്കിൽ ജനീകത്വം വളർന്ന് ഈ ലോകത്തിനായി ജീവിപ്പാൻ കാരണമാകുന്നതും. അപ്പോൾ മാർത്ത പറഞ്ഞ ശരിയല്ലേ, യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. ഇന്ന് രാത്രി ഓർത്ത് നോക്കിക്ക്, എന്റെ പ്രയാസവേളയിൽ യേശു ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അവന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നും ജീവിപ്പാനിടയായത്. ഞാൻ കണ്ണുനീരൊഴുക്കിയ വേളയിൽ ആരുമില്ല, സഹായിപ്പാൻ ആരുമില്ലാതിരുന്നപ്പോ, വേദനാജനകമായ അനുഭവത്തിലേക്ക് എത്തിയപ്പോ, മക്കളുടെ ഭാവി കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞപ്പോ, ഭാര്യയുടെ കാര്യം ഓർത്ത് കരഞ്ഞപ്പോ, ഭർത്താവിന്റെ വിഷയം ഓർത്ത് കരഞ്ഞപ്പോ, ജോലി സംബന്ധിച്ച കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞപ്പോൾ, ഏത് നിലയിലും ഓർത്ത് നോക്കിക്കേ, യേശു ഉള്ളത് കൊണ്ട് ഇവിടെ ആനന്ദകരമായ ഒരു അനുഭൂതി അനുഭവിപ്പാനിടയായി തീർന്നു. മറിച്ച് യേശു ഇല്ലാതെ വന്നു, യേശു ജീവിതത്തിൽ ഇല്ലാതെ പോയി, നമ്മുടെ പ്രയാസവേളയിൽ കർത്താവില്ലാതെ പോയി. അതുകൊണ്ട് സ്തോത്രം, ഈ പങ്കപ്പാടുകളും കഷ്ടതകളെല്ലാം
നമുക്ക് സിദ്ധിപ്പാനിടയായി. യേശു കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരോട് നമുക്ക് അവിടെ പോകണം. ഈ പറഞ്ഞ സമയത്ത് ശിഷ്യന്മാർ പറഞ്ഞ കാര്യമുണ്ട്. കർത്താവെ, അല്പം മുൻപ് പോലും കഴിഞ്ഞ ദിനത്തിൽ നമ്മളെ യഹൂദയിൽ ചെന്നപ്പോ നിന്നെ കല്ലെടുത്തെറിയുവാൻ ഭാവിച്ച ഒരു വലിയൊരു സംഘം അവിടെയുണ്ട്, എതിരാളികളുണ്ട്. അതുകൊണ്ട് പോകണ്ട എന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത്. യേശു തക്കതായ മറുപടി കൊടുത്തു. ഒരു പകലിന് 12 മണിക്കൂറുണ്ടല്ലോ. ആകയാ പകലുള്ളിടത്തോളം കാലം നമുക്ക് അവന്റെ പ്രവൃത്തി ചെയ്യണം, വേലത്തേക്ക്. അതെ, യേശു പറഞ്ഞത് പകൽ നടക്കുന്നവന് വെളിച്ചമുള്ളത് കൊണ്ട് അവൻ വെളിച്ചത്തിൽ നടക്കുന്നു. യേശു പറഞ്ഞ അതാണ്, ഞാൻ ലോകത്തിലെ വെളിച്ചമാകും. ഈ ലോകത്തിലെ വെളിച്ചം യേശുവാണ്. അപ്പോൾ പകലുള്ളിടത്തോളം കാലം നാം വെളിച്ചത്തിന്റെ മക്കളായി, വെളിച്ചമുള്ളവരായി നാം നടക്കുന്നു. അത് അറിഞ്ഞിരിക്കണം. ഇന്നത്തെ ലോകത്തിൽ വെളിച്ചമില്ലാതെ നടക്കുന്ന അനേക വ്യക്തികളുണ്ട്. അവർ ഇരുട്ടിന്റെ സന്തതികളായി, ഇരുട്ടിനെ സ്നേഹിച്ചുകൊണ്ട്, ഇരുട്ടിന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് വെളിച്ചമില്ലാത്തവരായി തീർന്ന് അവര് അന്ധകാരത്തിലേക്ക് അവര് അസ്തമിക്കുകയാണ്. ഇരുട്ടിന്റെ പ്രവൃത്തികളെല്ലാം ചെയ്തു കൂട്ടി വിനാശകരമായ കാര്യങ്ങളിലേക്ക് അവര് ഓടി മറയുകയാണ്. പിന്നിൽ വരുന്നതോ ഭയാനകമായ ദുഃഖമാണ്. ആർക്കുള്ളിൽ സന്തോഷിപ്പാൻ കഴിയില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് അവർ എത്തിപ്പിടിക്കുന്നു. ഇന്ന് ഞാൻ പറയട്ടെ, നാം പകൽ നടക്കുമ്പോ യേശുവിന് വെളിച്ചമുള്ളവരായി നടക്കുന്നു. ദൈവമക്കളെല്ലൂയ, വെളിച്ചമുള്ളവരായി, വെളിച്ചത്തിന്റെ മക്കളായി, വെളിച്ചത്തിന്റെ ദാതാക്കളായി നടക്കുമ്പോ യേശുവിന്റെ വലിയ പ്രവൃത്തികൾ നമ്മെ പിൻപറ്റുവാൻ ഇടയെത്തിയിരുന്നു.